ഹായ്, ഇന്ന് നമ്മളൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഷെയ്ൻ്റെയും അതുപോലെ തന്നെ റഫീഖാക്കാൻ്റെയും വീട് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അവരുടെ വീട് കാണാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഒരു ടി വി ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇതാ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ ഫ്ലോർ ടൈലും നല്ല മാച്ചിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലുള്ള വാളിന് മാച്ചിങ് ആയിട്ടുള്ള സീറ്റാണ് ഈ ഒരു ചെയറിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതാ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ നല്ലൊരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെന്ററിലായിട്ട് നല്ലൊരു കാലിഗ്രാഫി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാളിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. ഇവിടെ എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു ബെഡ്റൂം, നല്ലൊരു ബെഡ്റൂമാണ്. അപ്പോൾ മറ്റൊരു റൂം ഇതാണ്. ഇതും രണ്ട് റൂം ഏകദേശം ഒരു ഗ്രേ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. വാളിൽ നല്ലൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാളും അതുപോലെ തന്നെ ഈ ഒരു ആർട്ടും നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 4 ബെഡ്റൂം വരുന്ന ഒരു വീടാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അപ്സ്റ്റെയറിലുള്ള 2 ബെഡ്റൂമും കൂടെ കാണാം. സ്റ്റെയർ കയറുന്ന സമയത്ത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റും ഇൻഡോർ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഏരിയക്ക് ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൂം നെതമോളുടെ റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുഴയിലേക്കുള്ള നല്ലൊരു കാഴ്ചയാണ്. ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂമാണ്. ഈ ഒരു വ്യൂവും ഈ ഒരു ബെഡ്റൂമും ഭയങ്കര ഫേവറേറ്റ് ആണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ നമുക്കിനി ലാസ്റ്റത്തെ ഒരു ബെഡ്റൂമും കൂടെ കാണാം. അപ്പോൾ ഇതിലും മിറർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബെഡ്റൂം എല്ലാം കണ്ടു കഴിഞ്ഞു.
അപ്പോൾ ഇവിടെ ടെറസിന്റെ മുകളിലും നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ ചെടികൾ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ ഈ കാറ്റൊക്കെ കൊണ്ട് പുഴയുടെ ഈ കാറ്റും കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയൊക്കെ ഇവിടെ ഇരുന്ന് നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ലേഡീസിന്റെ മെയിൻ ഏരിയയിലേക്കാണ് കേട്ടോ. ഷെയ്ഡിന്റെ മെയിൻ ഏരിയയാണ്. കിച്ചണിലാണ് ഉള്ളത്. ഇതാണ് മെയിൻ കിച്ചൺ. പിന്നെ ഇവിടെയാണ് വർക്ക് ഏരിയ ആയിട്ട് വരുന്നത്.